ഗൗരവ് ഗൊഗോയ്ക്കെതിരെ എന്തായാലും വളരെ നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അസം സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ ഗൗരവതരമായ സംഭവങ്ങളാണ്. കാരണം ഗൗരവ് ഗൊഗോയ്ക്കും ഭാര്യ എലിസബത്ത് കോൾബേൺ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിയാണ്. ഇവർ രണ്ടുപേർക്കും പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട്. പാകിസ്ഥാനിലെ ISI ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രേരകമാകുന്ന രീതിയിലുള്ള ഒരുപാട് തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ ഇക്കാര്യം വിശദീകരിച്ചിരുന്നു. 2013 UPA ഭരണകാലത്ത് ഈ ഗൗരവ് ഗൊഗോയ് 10 ദിവസം പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അന്ന് ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അതായത് ലീഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന NGOയ്ക്ക് വേണ്ടി ഭാര്യ അവിടെ ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് പോയതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് ഈ ഒരു സന്ദർശനത്തെക്കുറിച്ച് പറയുന്നത്. എന്നാലും കൂടുതൽ വ്യക്തത അദ്ദേഹം നൽകാൻ തയ്യാറാകുന്നില്ല. അതുമാത്രമല്ല, അന്ന് വളരെ രഹസ്യമായിട്ട് ഡിജിറ്റലി ഒന്നും ഒരു എവിഡൻസും പുറത്തുവിടാത്ത രീതിയിലാണ് ഗൗരവ് ഗൊഗോയ് പാകിസ്ഥാൻ സന്ദർശിച്ചത്. 10 ദിവസമാണ് പാകിസ്ഥാനിൽ ചെലവഴിച്ചത്. ആദ്യം ലാഹോറിലേക്ക് പോകും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് ഇസ്ലാമാബാദിലും അതുകൂടാതെ തന്നെ കറാച്ചിയിലൊക്കെ ഗൗരവ് ഗൊഗോയ് സന്ദർശനം നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിൻ്റെ എല്ലാ അനുഗ്രഹാശിസുകളോടെ ആയിരുന്നു ഈ ഒരു സന്ദർശനമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.